അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ ചാക്കോയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ ചാക്കോ ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറയുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം അടിയനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വി അനേക നാളുകൾ അതിലെ സാക്ഷ്യം കേൾക്കുവാനും അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാനും ദൈവം ഇടയാക്കി. ഇങ്ങനെ അരോമ ടി വിയിൽ കൂടെ ഇത് സാക്ഷ്യ പരമ്പരയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു സാക്ഷ്യ പരമ്പര പറയണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവദാസനെ വിളിച്ചു. ദൈവദാസൻ അതിനുള്ള അവസരം ഇന്ന് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞത് 1985 ജനുവരി 21-ാം തീയതിയാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ചാക്കോ എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തയാള് പ്രവീൺ, ഇളയാള് പ്രിൻസി. 2 പേർക്കും ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. മോന് 2 ആൺമക്കളാണുള്ളത്, എഡ്വിൻ, എഡ്വേർഡ്. മോൾക്ക് 2 ഒരാണും ഒരു പെണ്ണും. അവരുടെ പേര് എയ്തൻ, എയ്മി എന്നാണ്. അവർ സന്തോഷമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ നാമം ചെറുപ്പം മുതൽ അവർ അറിഞ്ഞ് അവർ ദൈവകൃപയിൽ വളർന്നു വന്ന് ഇത്രത്തോളം ദൈവം സഹായിച്ച് ഇപ്പോഴും ദൈവകൃപയിൽ തന്നെ നിൽക്കുന്നു. മോള് ഇവിടെ ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജിൽ നേഴ്സാണ്. എൻ്റെ മോനാണെങ്കിൽ ഒരു IT മേഖലയിൽ കഴിഞ്ഞ വർഷം മുതൽ അവൻ സ്വന്തം ഒരു കമ്പനി ഇട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കാണ് ഇപ്പോഴും. നേരത്തെ ഒന്നും ഇത്രയും തിരക്കില്ല. ഇപ്പൊ ചുമതല അവന്റെ കൈവശം വന്നത് കൊണ്ട് അവന് ഭയങ്കര തിരക്കാണ്. എങ്കിലും വലിയവനായ ദൈവത്തിന്റെ വലിയ കൃപ ദൈവം കൊടുത്തവരെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ബാല്യകാലം പറയുവാണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകളായിരുന്നു ഞാൻ. എനിക്ക് ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 4 സഹോദരങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ അപ്പച്ചനോ അമ്മയോ എൻ്റെ 3 സഹോദരങ്ങളോ ഇല്ല. അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ 2 പേരാണുള്ളത്. എൻ്റെ ഇളയത് ഒരു സഹോദരനും ഞാനുമാണ് ഭൂമിയിൽ അവശേഷിക്കുന്നത്. ബാല്യകാലത്ത് എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനി ആയിരുന്നതുകൊണ്ട് ജീവിത സാഹചര്യം ഒട്ടും സുഗമമായിരുന്നില്ല. എങ്കിലും എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടും മക്കൾക്ക് വേണ്ടി അങ്ങനെയൊന്നും അറിയില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിലും നിത്യവൃത്തിക്കുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങളെ പട്ടിണി ഇടുവാനോ ഒന്നും ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ശമ്പളം കിട്ടിയാലും ഞങ്ങൾക്ക് കടയിൽ ഒരു പറ്റായിരുന്നു. അത് കറക്റ്റായിട്ട് കൊടുക്കും. അതുകൊണ്ട് ആ കടയിൽ ചെന്ന് ഞങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഭാവിയിലേക്കൊന്നും കരുതുവാനൊന്നും എൻ്റെ അപ്പച്ചൻ അറിയില്ല. ബാക്കിയുള്ള പൈസകളൊക്കെയും മദ്യപിച്ചും അങ്ങനെയൊക്കെ കളയും. മദ്യപാനമാണ്, വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവർക്കും വളരെ ശാന്തനായ മനുഷ്യനാണെങ്കിലും വീട്ടില് ആ ശാന്തത ഇല്ലായിരുന്നു. എൻ്റെ അമ്മ നല്ലൊരു അധ്വാനിയായിരുന്നു. എന്നാൽ ഇന്നേക്ക് 45 വർഷം മുമ്പ്, ഒരു 50 വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസർ രോഗം പിടിപെടുകയും എന്നാൽ വളരെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അതൊന്നും കുഴപ്പമില്ലാതെ കഴിഞ്ഞ 4 വർഷം മുമ്പ് എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ 3 സഹോദരങ്ങൾ മാറ്റപ്പെട്ടു. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എങ്കിലും എൻ്റെ ബാല്യകാലത്തിലെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, സ്കൂളിലൊന്നും ഒത്തിരി പോയിട്ടില്ല. എനിക്ക് 8ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസമുള്ളൂ. കാരണം പഠിക്കുവാനുള്ള സാഹചര്യമൊന്നും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ പഠിക്കുന്ന സമയത്തൊക്കെയും നന്നായി ഞാൻ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ സ്കൂൾ കലോത്സവത്തിനൊക്കെ നല്ല പാട്ട് പാടുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും ഞാൻ മറക്കാത്ത ഒരു കാര്യം, പഠിക്കുന്ന ക്ലാസ് മീറ്റിങ്ങിലൊക്കെ
പാട്ട് പാടും. പിന്നെ പിള്ളേര് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്നോട് പാട്ട് പാടാൻ പറയും. അപ്പൊ ഞാൻ പറയും മിഠായി മേടിച്ച് തരികയാണെങ്കിൽ ഞാൻ പാട്ട് പാടാമെന്ന് പറയുകയും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി മിഠായി മേടിച്ച് തിന്നിട്ട് ഞാൻ പാട്ട് പാടി. അങ്ങനെ ഒരു അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ വിവാഹശേഷം ഞാൻ പ്രഗ്നന്റ് ആയി പ്രസവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോഴ് എന്റെ ഒപ്പം തന്നെ ഒരു കൂട്ടുകാരി പ്രസവത്തിനുണ്ടായിരുന്നു. അവള് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, "ഇവള് ഒരുപാട് മിഠായി ഞങ്ങടെ കയ്യിന്ന് മേടിച്ച് തിന്നിട്ടുള്ളവളാണ്. ഒരു പാട്ടിന് വേണ്ടി ഞങ്ങൾ ഇവൾടെ പുറകെ നടന്നിട്ടുണ്ടെന്നൊക്കെ." അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളാണ്. അതിനുശേഷം 1985 ഞാൻ പറഞ്ഞല്ലോ ജനുവരി 21 തീയതി എന്റെ വിവാഹം കഴിഞ്ഞു. അന്ന് ഈ വിവാഹത്തിന് എന്നെ ഒരുക്കിയത് എന്റെ ചേച്ചിയും ചേട്ടനും. മൂത്ത ചേച്ചി ഈ മൂവാറ്റുപുഴ തൃക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ എന്റെ ചേച്ചീനെ അവിടെ തൊട്ടടുത്താണ് കെട്ടിച്ചിരിക്കുന്നത്. അവരുടെ കൂടെ അന്ന് യാക്കോബായിലാണ് എന്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ അന്നും ഇന്നും യാക്കോബായിലാണ്. എന്റെ ചേച്ചിയുടെ മോൻ ഒരു അച്ഛനാണ്. എങ്കിലും അവരുടെ കൂടെ പ്രയർ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ കൂടിക്കൊണ്ടിരുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ്. ഒരുപാട് സ്വത്തോ പണമോ ഒന്നുമില്ല. അവരുടെ വീട് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് തൃക്കളത്തൂര് വന്ന് പണിയെടുത്ത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുകയും വീട് വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. എന്നാൽ അതിനു മുമ്പ് എനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നു. പക്ഷെ എന്റെ അപ്പന്റെ മദ്യപാനം എനിക്ക് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് കള്ളു കുടിക്കും, ബീഡി വലിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എതിർത്തു. ലാസ്റ്റ് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു, "മോളെ, ഇങ്ങനെ നീ വരുന്ന കല്യാണം എല്ലാം മുടക്കിയാല് അപ്പനും അമ്മയും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആങ്ങളമാരൊക്കെ കുത്തും" എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ചേട്ടനെ പോലെ ഒരാളാണെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമെന്ന്" പറഞ്ഞു. എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പന് തുല്യമാണ്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചതാണ്. ഒരു മദ്യപാനമോ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യങ്ങളോ ഒന്നുമില്ല. അന്ന് വേറെ ഒന്നും അറിയില്ല. ഈ ആത്മീയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്ക് അവിടെ ചെല്ലണതൊക്കെ ഭയങ്കര ഇഷ്ടാണ്. കാരണം എന്റെ ചേട്ടൻ ഞങ്ങളെ പൊന്നു പോലെയാണ് കൊണ്ടു നടക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, "ചേട്ടനെ പോലെ ഒരാളാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന്" പറഞ്ഞു. അങ്ങനെയാണ് അന്നേരം എന്നോട് പറഞ്ഞു, "വേറെ മുതലൊന്നുമില്ല, ചേച്ചിയുടെ പോലെ മുതലൊന്നുമില്ല. ഒരാളുണ്ട്, മോന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന്" പറഞ്ഞു. അങ്ങനെയാണ് ഈ വിവാഹം കൊണ്ട് ഞാൻ പറഞ്ഞു, "മുതലൊന്നും വേണ്ട. കള്ളു കുടിക്കുകയോ ബീഡി വലിക്കുകയോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന്" പറഞ്ഞു. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. എന്നാല് കല്യാണം നടന്നു. എന്റെ അമ്മച്ചിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. "മോളെ, ഒരു മുതലും ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെന്ന്" പറഞ്ഞപ്പോ വീട്ടില് എല്ലാവരും അതിനെ എതിർത്തു. അങ്ങനെ വിവാഹം നടന്നു. വിവാഹം നടന്നെങ്കിലും എന്നെ വളരെ ഓമനിച്ച് എന്റെ വീട്ടിൽ വളർത്തിയ ആളാണ്. 5 പവൻ പറഞ്ഞിട്ട് ആരും അറിയാതെ എന്റെ അമ്മ എനിക്ക് 7 പവൻ തന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും യാക്കോബ സഭയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്നതിലും ഇതാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ കൂടുതലായ ആഭരണങ്ങളൊക്കെ തരും. അമ്മായിയമ്മ ഇടിയിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ അതൊന്നുമില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുന്നു. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ എന്റെ ഭർത്താവ് വീട് പണിത് ഒരുപാട് കടമായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഒരാള് വന്ന് പ്രശ്നമുണ്ടാക്കി കാശ് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എന്റെ ആഭരണമൊക്കെ ഊരി പണയം വെക്കാൻ കൊടുത്തു. എന്റെ അപ്പനും അമ്മയും എന്നെ വിളിക്കാൻ വന്നപ്പോ എനിക്കൊരു ആഭരണവും ഇല്ല. അന്ന് മുതല് പിന്നെ എനിക്കറിയാം. നമ്മള് കള്ളുകുടിയോ ബീഡി വലിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ജീവിത സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെനിക്കും. എന്റെ 18ാമത്തെ വയസ്സിലാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. ഒന്നും അറിയാത്ത ഒരു സമയമാണ്. എങ്കിലും അങ്ങനെ ചെന്നു വലിയ താമസം കൂടാതെ എന്റെ മോൻ എനിക്കുണ്ടായി. അങ്ങനെ ഒത്തിരിയും കഷ്ടപ്പെട്ടു. പിന്നെ ഈ കടക്കാര് വന്ന് ഈ പൈസകൾ ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ആ വീടങ്ങ് വിറ്റു. കടമെല്ലാം തീർത്തു. എന്നിട്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയി ചുമ്മാ ഒരു വെച്ച് കെട്ടി ഒന്നുമില്ലാത്ത അവസ്ഥയില് കുറെ നാള് താമസിച്ചു. ഈ 85 ജനുവരി 21 പറഞ്ഞു തന്ന ഒരു വാക്യം, കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞതുപോലെ, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞെങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് യേശു ആരായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞത് മുതൽ പ്രയർ ഫെലോഷിപ്പിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങൾ കൂടുകയും ഒരൊറ്റ ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കുകയും അതുപോലെ പള്ളിയിലെ ഗായക സംഘത്തിൽ ചേർന്ന് സമാജത്തിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച് അങ്ങനെയൊക്കെയും വർഷങ്ങൾ ഞങ്ങൾ കടന്നുപോയി.
എന്നാൽ അവിടെ വെച്ച് എനിക്ക് ഒരു രോഗം എന്നെ പിടിപ്പാൻ ഇടയായി തീർന്നു. നിസ്സാരം ഒരു പനിയായി തുടങ്ങി. അത് വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നും പണിക്ക് പോയാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ആഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഹസ്ബൻഡ് എന്നും പണിക്ക് പോകും. ഞാൻ അവിടെ അടുത്തൊരു ഹെൽത്തിൽ പോയി മരുന്ന് മേടിക്കും. 2 കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്ക് ഈ അസുഖം കൂടി വന്നു. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് സഹിക്കാൻ മേലാത്ത കാര്യങ്ങൾ മാത്രമാണെങ്കിലാണ് ഞാൻ പറയാറുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ബുദ്ധിമുട്ട് കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവിടണം. സഹിക്കാൻ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും അവിടുന്ന് എന്നെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൂവാറ്റുപുഴ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഒന്ന് കേറി ഡോക്ടറെ കണ്ടിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രി ഇന്നേക്ക് 31 വർഷം മുമ്പ് ഒരു ഡോക്ടർ വാര്യർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, ഫിസിഷ്യൻ ആയിരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരുപാട് നീർക്കെട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആയി. അഡ്മിറ്റ് ആയപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് ഞാൻ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. കാരണം എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചിക്ക് അസുഖമാണ്. പിന്നെ സഹോദരങ്ങളോടൊന്നും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വേറെ വേറെ സെറ്റിൽ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും അസുഖമാണെന്നൊന്നും ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ആശുപത്രിയിൽ കിടന്നു. 2, 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവര് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് തലക്കറക്കവും വിഷമവും ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്കൊന്നും ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ഡോക്ടർ എനിക്ക് ഗുളിക തന്നു. ഈ ഗുളിക കഴിക്കണമെങ്കിൽ വെള്ളം ഇറക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഗുളികയൊന്നും അവിടെ ഇങ്ങനെ കിടക്കും. എനിക്ക് ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയായി. വൈകുന്നേരം ആകുമ്പോൾ ഹസ്ബൻഡ് വരും. പക്ഷെ ഞാൻ ഒരു കാര്യങ്ങളും അങ്ങനെ കൂടുതലായിട്ട് പറയാറില്ല. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോനും ഈ പനി പോലെ വന്നു. മോനെ അവിടെ പിള്ളേരുടെ വാർഡിൽ അഡ്മിറ്റ് ആക്കി. അവിടെ ഡോക്ടർ വന്ന സമയത്ത് ഞാൻ പിള്ളേരുടെ വാർഡിൽ പോയി ഇവനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ അവന് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇരുന്നൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വായ്ക്കൊക്കെ ഭയങ്കര വേദന. വായിക്കുന്ന തന്നെയല്ല, എൻ്റെ കണ്ണിനുള്ളു വരെ വേദനയും ചൊറിച്ചിലും നാവിനും ചുണ്ടിനും എല്ലാം ഒരു വെള്ളം പോലും ഇറക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആയി തീർന്നു. അപ്പൊ എൻ്റെ കുഞ്ഞിനും അതുപോലെ തന്നെ വന്നു. അവന് ഒത്തിരി കൂടിപ്പോയി. ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ ആയപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ എൻ്റെ വായ്ക്കെല്ലാം ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർക്കത് എന്തോ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ. അത് കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു 3, 4 ഡോക്ടർമാർ എന്നെ വന്ന് നോക്കുകയും അവര് മരുന്ന് കുറിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോള് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വേദനയും വിഷമവും രോഗവുമാണെന്ന് അറിയാം. അതുകൊണ്ട് ഇത് കുറയണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. അതുകൊണ്ട് മോള് ധൈര്യം കൈവിടരുത്. ഞാനങ്ങനെ വർത്താനം പറയുകയും എടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ പറഞ്ഞ് അവര് എന്നോട് പറഞ്ഞു, 2 നേരവും ബ്രഷ് ചെയ്യണം. അതുകൊണ്ട് ബ്രഷ് ചെയ്താലേ മാത്രമാണ് ഇത് കുറയുള്ളൂ എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മോനും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് മോന് ഇച്ചിരി മോളെക്കാളും ഇച്ചിരി കൂടുതലാണെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. ഞാൻ ഈ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ എൻ്റെ കുഞ്ഞിന് വന്ന് പെട്ടെന്നങ്ങ് കൂടി. അവന്റെ നാവ് വായിലിടാത്ത വണ്ണം നാവിലെല്ലാം ഈ പോളവുമായിട്ട് നാവ് ഇങ്ങനെ പുറത്തിട്ടേണ്ട രീതിയിലാണ് കൊച്ച് നടന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമമായി. കാരണം പിന്നെ എനിക്ക് എന്താ ചെയ്യണ്ടേന്ന്, ആരോടാ പറയണ്ടേ, എവിടേക്കാ പോണ്ടേന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഈ കർത്താവ് രക്ഷകനാണെന്നും നമ്മുടെ രോഗത്തിന് വിടുതൽ തരുന്ന ഒരു ദൈവമാണെന്നും ഈ പ്രയർ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ കൂടിയും പ്രസംഗത്തിൽ കൂടിയൊക്കെ എനിക്ക് കേൾക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയോ പെന്തക്കോസിൽ വരുവോ ഇതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ രോഗം കൂടിയ സമയത്ത് ഞാൻ അന്ന് ഒരു 12 മണി, ആ ദിവസം ഒരു 12 മണി രാത്രിയായപ്പോൾ, ഞങ്ങൾ വാർഡിലാണ് കിടക്കുന്നത്. എനിക്ക് ഉറക്കമില്ല. ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പൊ വരുന്ന ഈ തുപ്പലം കീഴ്പോട്ട് ഇറക്കണമെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു അവസരം എൻ്റെ വയറിന്റെ ഉള്ളെല്ലാം ഇത് നിറഞ്ഞു കവിഞ്ഞ അനുഭവം. കാരണം ഒന്നും നമുക്ക് തൊണ്ടയിൽ കൂടി ഒരു വെള്ളം പോലും, ഒരു ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു.
അപ്പൊ എനിക്ക് പിന്നെ എന്റെ കുഞ്ഞിന് ഇത് ഇത്രയും കൂടുതലാണെന്ന് കേട്ടപ്പോൾ എന്റെ വേദന മൊത്തം ഞാൻ മറന്നു. പിന്നെ എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിചാരമായി എനിക്ക്. അങ്ങനെ ഞാൻ അന്ന് 12 മണി രാത്രിയുടെ സമയമായപ്പോ അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിയോട് അന്ന് പറഞ്ഞു, അമ്മച്ചി ഹോസ്പിറ്റലിൽ വരണം, എന്നാ അമ്മച്ചി എന്റെ കൂടെ നിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇച്ചിരി കഞ്ഞി മിക്സിയിലിട്ട് അരച്ചു കൊണ്ട് തരണം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി എനിക്ക് കഞ്ഞി അരച്ച് കൊണ്ടുവന്നെങ്കിലും അതൊന്നും എനിക്ക് ഒരു സ്പൂണ് പോലും ഇറക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിക്ക് ഞാൻ എന്റെ കട്ടില് കൊടുത്തു. എന്നിട്ട് കാരണം അമ്മച്ചി രോഗിയാണല്ലോ, അമ്മച്ചിക്ക് എന്റെ കട്ടില് കൊടുത്തിട്ട് ഞാൻ താഴെ പായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്നു. എന്നാല് ഈ ഇളയ കുഞ്ഞിന് 2 വയസ്സേ ഉള്ളൂ മോൾക്ക്. അവൾക്ക് കുടിക്കാൻ വേണ്ടി ഫ്ലാസ്കില് വെള്ളമൊക്കെ കൊടുത്തു ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കിടക്കണത്. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ എനിക്ക് ഉറക്കമൊന്നുമില്ല. ഒരു 12 മണി രാത്രി ആയപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവം അങ്ങനെ ഒരു വിടുതൽ തരുന്ന ദൈവമാണെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്നെ ഈ രോഗത്തിൽ നിന്ന് വിടിവിക്കണം. അങ്ങനെയെങ്കില് ആരെന്നെ ഉപേക്ഷിച്ചാലും, എന്റെ അപ്പനോ അമ്മയോ എന്റെ ഭർത്താവോ ആരെന്നെ ഉപേക്ഷിച്ചാലും എന്റെ കർത്താവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുമെന്ന് അവിടെ കിടന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ കണ്ണടച്ച് പറഞ്ഞ് ഇങ്ങനെ മലന്ന് കിടന്ന് കണ്ണടച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പറയണ സമയത്ത് തന്നെ എന്റെ ദേഹത്തേക്ക് എന്തോ ഒരു സാധനം വന്ന് വീഴും പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. എനിക്ക് ഭയങ്കര ശക്തിയായി. ആ അവശതയിൽ കിടന്ന് എനിക്ക് ഭയങ്കര ഒരു ഉണർവ്. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ എന്റെ രോഗം മാറിയല്ലോ എന്നോർത്ത് ഞാൻ ചുണ്ടിൽ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ചുണ്ടിൽ തൊടാം, നാവേൽ തൊട്ടപ്പോൾ നാവിൽ തൊടാം. എനിക്ക് ഒരു അസുഖവും എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് എന്റെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നിട്ട് ഞാൻ ഒരു കൊച്ചിന്റെ ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്ത് കഴിച്ചു, വെള്ളം കുടിച്ചു, ഇതൊക്കെ എനിക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയല്ലോ കർത്താവേ എന്നോർത്ത് ഞാൻ ഇനി കർത്താവിനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം കർത്താവേ? എന്നെ ഈ രോഗത്തിന് 1 മാസത്തെ അവധിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു, എന്നെ ചികിത്സിക്കാതിരിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അന്നേരം എന്റെ കർത്താവ് എന്റെ ചെവിയുടെ ഈ 2 ചെവിയുടെ ഇടയിൽ ഇങ്ങനെ കർണപടം പൊട്ടുന്ന രീതിയിൽ എന്നോട് പറയാ, ആത്മീയ ഗീതങ്ങൾ ഉറക്കെ പാടാൻ. ഞാൻ ഒട്ടും മടിച്ചില്ല, എന്നൊക്കെ നന്നായിട്ട് ഞാൻ പാടുമായിരുന്നു. ഇപ്പോഴെന്റെ തൊണ്ടയുടെ തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്ത പിന്നെയാണ് തൊണ്ടയ്ക്ക് ഒരു പതർച്ച വന്നിരിക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് ഞാൻ പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ എന്നുള്ള പാട്ട് ഉറക്കെ പാടി, കണ്ണടച്ച് പിടിച്ച് ഉറക്കെ പാടിയപ്പോൾ രാത്രിയുടെ യാമമായതുകൊണ്ട് ഏതാണ്ട് ഒരു 1/4 കിലോമീറ്റർ അകലയിൽ നിന്ന് വരെ ആളുകൾ വന്നു എന്നാണ് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. ആശുപത്രിയിലുള്ള എല്ലാ ജനവും എന്റെ അടുത്ത് വന്ന് നിന്നു. അങ്ങനെ പാടി. പക്ഷെ എന്നെ ഒത്തിരി പേര് ഇതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇവര് പറയുന്നതെല്ലാം കേൾക്കുന്നുമുണ്ട്. അപ്പോൾ എന്നോട് എന്റെ ദൈവമായിട്ടുള്ള ഉടമ്പടി, എന്നെ അഡ്മിറ്റ് ആക്കിയ ഡോക്ടർ വരാതെ പാട്ട് നിർത്തരുതെന്ന്. അങ്ങനെ ആണ് എന്റെ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ ആ പാട്ട് ഞാൻ ഇവര് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് പാട്ട് പാടുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പാട്ട് നിർത്താത്ത കാരണം വേഗം പറയുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെ വിളിച്ചോണ്ട് വാ, ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന് പറയണതൊക്കെ കേൾക്കണം. എന്റെ ഹസ്ബൻഡ് പോയി, രാത്രി ആ സമയത്ത് പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ വന്ന് മറ്റുള്ളവർ വിളിക്കുന്നതും നമ്മളെ അതിനായിട്ട് പരിശ്രമിക്കുന്നത് നമുക്കറിയാം. ഡോക്ടർ വന്ന് എന്റെ കൈയുടെ തണ്ടയിൽ ഇങ്ങനെ ഒന്ന് മുട്ടി. ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഡോക്ടർ ആണെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ഒരു പാട്ട് തീർന്നു, സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടാം എന്നുള്ള പാട്ട് തുടങ്ങി. അതും തീരാറായപ്പോഴാണ് ഡോക്ടർ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ മുട്ടി. അപ്പൊ ഞാൻ പാട്ട് നിർത്തി. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്താ ഇത് ഇങ്ങനെ ഒച്ച വെക്കാൻ പറ്റുമോ? ഇപ്പൊ രാത്രി 12:30 മണി സമയമായില്ലേ, ഇവിടെ മറ്റുള്ള രോഗികൾ കിടക്കുന്നതല്ലേ, ഇങ്ങനെ ഒച്ച വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം നിങ്ങളോട് അടുത്ത് വന്നാലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ ദൈവം എനിക്ക് സൗഖ്യം തന്നു, എന്റെ രോഗത്തിന് സൗഖ്യം തന്നു. ഈ രോഗത്തിന് എന്നെ ഇനി ചികിത്സിക്കരുത്, എന്നെ എന്റെ വീട്ടിൽ വിടണം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, വീട്ടിൽ വിടാം, ഇപ്പൊ രാത്രിയല്ലേ, രാവിലെ വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഞാൻ പറഞ്ഞ വാക്ക് സാറ് പാലിക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കർത്താവ് വിടുവിച്ചത് അവിടെ കിടക്കുന്ന രോഗികളോട് പറയണം. അപ്പൊ ലോകപ്രകാരം നോക്കുമ്പോൾ ഭ്രാന്തന്മാരാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട്
ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് ഒരു കുറിപ്പ് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു. ഈ രോഗത്തിന് ഭയങ്കര വേദനയാണ്. ഞങ്ങൾ 3, 4 ഡോക്ടർമാര് വന്ന് നോക്കിയിട്ടും ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എങ്കിലും ഞങ്ങൾക്കറിയാവുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചികിത്സയുടെ കാര്യം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഇത് താങ്ങാനാവാത്തതായതുകൊണ്ട് മാനസികമായിട്ട് തിരിഞ്ഞുപോയി. അതുകൊണ്ട് കോലഞ്ചേരിക്കോ പൈങ്കുളത്തിനോ എന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് വലിയൊരു കുറിപ്പൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തു. അത് നേരം വെളുക്കണതിന് മുമ്പ് ഞങ്ങൾ താമസിച്ച സ്ഥലത്തും എന്റെ സ്വന്തം നാട്ടിലും അതെത്തി. അനേകർ എന്നെ കാണാൻ വന്നു. അങ്ങനെ ഇരുന്നു. പിറ്റേന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡോക്ടർ എനിക്ക് അവിടുന്ന് മരുന്നൊക്കെ തന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, സാറേ ഈ രോഗത്തിന് ഇനി എനിക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സാർ മരുന്ന് തരരുതെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിനെന്നും പറഞ്ഞ് സാർ എനിക്ക് മരുന്ന് തന്നെങ്കിലും ഞാൻ ആ മരുന്ന് കഴിച്ചില്ല. കഴിച്ചിട്ടുമില്ല. അങ്ങനെ എന്നെ എന്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് എന്റെ ഇളയ ആങ്ങള കല്യാണം കഴിച്ചിട്ടില്ല. അവൻ എന്നെക്കാളും 6 വയസ്സിന് എളപ്പമാണ്. കല്യാണം കഴിച്ചിട്ടില്ല. മൂത്ത ആങ്ങള കല്യാണം കഴിച്ചു വേറെയാണ്. മൂത്ത ആങ്ങള എന്നെ ബലമായിട്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് വണ്ടിയെല്ലാം വിളിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ എന്റെ ഇളയ ആങ്ങള പറഞ്ഞു, അവള് ഭ്രാന്തിയായിട്ട് ഈ പെരയ്ക്കകത്തോടെ നടന്നോട്ടെ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഭ്രാന്തന്മാർ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് എന്റെ ഇളയ ആങ്ങള ഇതിന് സമ്മതിച്ചില്ല. മൂത്ത ആങ്ങള വഴക്ക് കൂടിപ്പോയി എന്നെ വിടാത്ത കാരണം കൊണ്ട്. എന്നിട്ട് എന്റെ അപ്പച്ചൻ എന്റെ പുറകെ നടക്കുകയാണ്. പേടിച്ച് എല്ലാവർക്കും ഭയങ്കര ഭയമാണ് എനിക്ക് അസുഖമാണോ എന്നുള്ളതില്. എന്നിട്ട് ഞങ്ങളുടെ തൊട്ട് താഴെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ സൈക്യാട്രിസ്റ്റിന് പഠിച്ച ഡോക്ടറും കൂടെ കൂടിയാണ് അന്ന് അവിടെ ഇരുന്നത്. അപ്പൊ എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ അപ്പച്ചൻ ഒരു കാര്യം പറയും. കാരണം അപ്പച്ചൻ എങ്ങും പോകുന്നില്ല. രാവിലെ പോണ വ്യക്തി എന്റെ പുറകീന്ന് എങ്ങും മാറുന്നില്ല. അപ്പച്ചൻ ഒരു കാര്യം പറയട്ടെ മോനെ, അപ്പച്ചൻ ഈ ഡോക്ടറെ അടുത്ത് വരൂ. അമ്മ ഇപ്പൊ ഈ താഴെയല്ലേ, അമ്മ അപ്പച്ചൻ ഒന്ന് കൊണ്ടേ കാണിച്ച് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ച ഈ രോഗത്തിന് എന്റെ കർത്താവ് എനിക്ക് വിടുതൽ തന്നതല്ലേ, അതുകൊണ്ട് എനിക്കിനി പോകാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം തന്നെ അപ്പച്ചനോട് ചോദിച്ചു, ശരി അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിക്കാം. എന്റെ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു ഭയങ്കര കാവുണ്ട്. മാറാടിക്കാവ് എന്ന് പറഞ്ഞാൽ പേര് കേട്ട കാവാ. അപ്പച്ചൻ എന്നും പോയി അവിടെ കാവിലെ എല്ലാ പണികളും ചെയ്യും. അടിച്ചു വാരും, വലിയ കുറിയൊക്കെ തൊടും. അവിടെ ഈ വെടിമരുന്നിന്റെ പ്രയോഗം എന്റെ അപ്പച്ചൻ അറിയാം. ഒരു കഥനാവെടി എന്ന് പറഞ്ഞ 2 രൂപ വഴിപാടാണ്. അതിന്റെ കരിമരുന്ന് പ്രയോഗം എന്റെ അപ്പച്ചൻ അറിയാം. രാവിലെ അപ്പച്ചൻ എന്നും കുളിച്ച് കുറിയും തൊട്ട് കാവിൽ പോയി ഈ സംഗതികളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ എന്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ വരാം. പക്ഷെ അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് അപ്പച്ചൻ അനുസരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മോൻ പറയണ എന്ത് വാക്കും അപ്പച്ചൻ അനുസരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ എന്റെ അപ്പച്ചൻ കാവിൽ പോകരുത്, എനിക്കത് ഇഷ്ടമില്ല. കാരണം ദൈവവചനം പറയുന്നത് ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. അവയെ ഉണ്ടാക്കിയവർ അവയെ പോലെ അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് ദൈവവചനം പറയുന്നു. അത് നമ്മുടെ അറിവില്ലായ്മയുടെ കാലമാണ് അപ്പച്ചൻ പോയത്. ഇപ്പോൾ എന്റെ കർത്താവ് എനിക്കത് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അപ്പച്ചൻ അതിന് പോകരുതെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പോകുകയില്ല, മോൻ അപ്പച്ചന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ അപ്പച്ചനുമായ സൈക്യാട്രിസ്റ്റ് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ തൊട്ട് ചേർന്ന് താഴെ ഒരു 10-15 മീറ്റർ ദൂരമുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചൻ വരണ്ട, ഡോക്ടറുടെ അടുത്തേക്ക് അപ്പച്ചൻ വരണ്ട, ഞാൻ പൊക്കോളാം. റൂമിലേക്ക് അപ്പച്ചൻ വരണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ കയറി. കാരണം ഡോക്ടർമാരോടും വക്കീലന്മാരോടും കള്ളം പറയരുതെന്നാണല്ലോ പറയുന്നത്. എന്റെ ജീവിതത്തിലെ വിജയവും പരാജയവും ഞാൻ 1 1/2 മണിക്കൂർ കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി സങ്കടപ്പെടുകയും ചിരിക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ഒരു കറുത്ത 2 ഗുളിക തന്നു വിട്ടു. പിത്ത ഗുളിക പോലത്തെ ആണെന്നാണ് എന്റെ തോന്നൽ. ഇതവിടെ ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങി ചെന്നു. അപ്പച്ചൻ എന്നെ വീട്ടിലേക്ക് കയ്യെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. കാരണം അത്രയും ഞാൻ ഒരുപാട് അങ്ങ് ശാരീരികമായിട്ട് ക്ഷീണിച്ചു പോയി. കാരണം കുറെ നാളുകളായി ആഹാരം കഴിച്ചിട്ട്. അവിടെ ചെന്ന് എന്റെ അമ്മയുടെ പേര് മറിയക്കുട്ടി എന്നാണ്. വേഗം അപ്പച്ചൻ മറിയക്കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നെന്നും പറഞ്ഞ് ഈ ഗുളിക എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ ആ ഗുളിക കൈ പിടിച്ചു. അപ്പച്ചൻ എനിക്ക് വെള്ളം കൈ തന്നു. ഞാൻ ഇടത് കയ്യിൽ ഗുളിക വെച്ചു, വലത് കയ്യിൽ വെള്ളം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചന് മുമ്പാകെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എനിക്ക് സൗഖ്യം തന്ന രോഗമാണ്.
അങ്ങ് രോഗസൗഖ്യം എനിക്ക് തന്നു. എത്ര എന്തിന് മരുന്ന് കഴിച്ചാലും എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എന്റെ അപ്പച്ചന്റെ ആ ഒരു ആഗ്രഹപ്രകാരം, എന്റെ അപ്പച്ചന്റെ ആ ഒരു വിടുതല് പ്രകാരം ഞാൻ ഈ മരുന്ന് കഴിക്കുന്നു. എന്നെ കാത്തുകൊള്ളണേ കർത്താവേ എന്ന് പറഞ്ഞ് ഈ മരുന്ന് വായിലേക്ക് ഇങ്ങനെ ഇടാൻ നേരത്ത് അപ്പച്ചൻ ചാടി എന്റെ കയ്യെ പിടിച്ചു. അപ്പച്ചൻ ചാടി എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മരുന്ന് കഴിക്കണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് കഴിപ്പിച്ചില്ല ആ മരുന്ന്. അങ്ങനെ കുറെ നാളുകള് ആ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അപ്പച്ചൻ പിറ്റേ ദിവസം തന്നെ പൂജാരി വീട്ടിൽ, കാരണം അപ്പച്ചനെ കണ്ടില്ലെങ്കിൽ ഓടി വരും. കാരണം എല്ലാ കാര്യങ്ങളും അപ്പച്ചനാണ് ചെയ്യുന്നത്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വരില്ല അച്ഛാ. അച്ഛാന്നാ വിളിക്കണം. അച്ഛാ ഞാൻ വരില്ല. എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. ദൈവം വിടുവിച്ചു. അതുകൊണ്ട് അവൾ പറഞ്ഞിരിക്കുന്നത് എന്നോട് പോകരുതാണ്. ഞാൻ വരില്ലാന്ന്. അതിനുശേഷം എത്രയോ ഈ ഉത്സവങ്ങൾക്കൊക്കെ എന്റെ അപ്പച്ചന് കിട്ടുന്ന കാശിനൊരു കണക്കില്ല. കാരണം അതുപോലെ ഈ അപ്പച്ചൻ വെടിവഴിപാടെന്ന് പറഞ്ഞ സംഭവം നടത്തും. 2 രൂപ മാത്രം ആ ഭണ്ണാരത്തിലിട്ട് ബാക്കി എത്ര കിട്ടിയാലും എന്റെ അപ്പച്ചൻ എടുക്കാം. കാരണം എല്ലാ മരുന്നുകളൊക്കെ മേടിക്കുന്നത് എന്റെ അപ്പച്ചനാണ്. അങ്ങനെ ഒരിക്കലും മരിക്കുന്നത് വരെ പിന്നെ പോയിട്ടില്ല. ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ കുറെ നാൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേർപെട്ട ആരാധനയ്ക്ക് പോണം. ഇനി ഞാൻ പള്ളിയിലേക്ക് വരുന്നില്ല. എനിക്ക് വേർപെട്ട ആരാധനയ്ക്ക് പോണം എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ഈ മലങ്കര ക്രിസ്ത്യൻ ഫെല്ലോഷിപ്പ് എന്ന് പറയണ കൂട്ടായ്മ കൂടിയ സമയമാണ്. അച്ഛന്മാര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ സംഘടന തുടങ്ങി. ആദ്യം ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛന്മാർക്ക് എന്നെ ബുദ്ധിമുട്ടായി. എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അവരെന്നെ സ്നാനപ്പെടുത്തൂല. എന്റെ അസുഖം ഇത്ര അത് കാരണം മൊത്തം പബ്ലിസിറ്റി ആയി എനിക്കിങ്ങനെ മാനസിക രോഗമാണെന്ന്. അവിടുന്ന് അത് കഴിഞ്ഞ് അവര് സ്നാനപ്പെടുന്നെങ്കിലും ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒരു 1 1/2 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് നെല്ലിമോളം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങള് അന്ന് പുല്ലുവഴിയില് ആരാധനയ്ക്ക് പോയത് IPC ചർച്ചാണ്. അവിടെ ചെന്ന് കുറച്ച് ദിവസം ആരാധന കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവദാസൻ വളരെ സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ ദൈവദാസൻ ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങള് ഒരു മുറിയുള്ളെങ്കിലും എന്ത് കൂട്ടായ്മ ഞങ്ങളോട് കൂടെ ഭക്ഷിക്കാനും എല്ലാം ദൈവദാസൻ അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ഇരുന്നു. അങ്ങനെ സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ഇടയായി തീർന്നു. അതിനു മുൻപേ ഈ രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ഈ അസുഖം വന്ന് ഈ കർത്താവ് വിടുവിച്ച നാൾ മുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അടിക്കടി ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദിച്ചു. അന്നൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ആ ദൈവിക ദർശനം കാണുന്നത് ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ ദർശനത്തിൽ കൂടി ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ എന്റെ അമ്മയ്ക്ക് രോഗം മൂർച്ഛിക്കുന്നതും അമ്മ രോഗിയായി കഴിയുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മറ്റേന്ന് പറഞ്ഞ എന്റെ അമ്മ എനിക്ക് ജീവനാ. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിടും. അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭാരമില്ല. എന്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോനെ സ്കൂളിൽ, അന്ന് അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. മോനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് 2 മാസത്തോളമായി അവൻ സ്കൂളിൽ പോയിട്ട്. അപ്പൊ എന്നോട് എന്റെ ഹസ്ബൻഡ് ആയാലും പണിക്ക് പോകാനൊന്നും സാധിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, മോനെ സ്കൂളിൽ വിടാന്നും പറഞ്ഞു. ഞാൻ അവനെ സ്കൂളിൽ വിടാൻ രാവിലെ ഹസ്ബൻഡ് പണിക്ക് പോകാൻ നേരത്തെ എന്നോട് ഒന്ന് പോണം, ഞാൻ പോയി പണിയാതെ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായ സ്ഥലം പറയണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും സംഭവിക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. കൃത്യമായ സ്ഥലം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. എങ്കിലും ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഓടി തൊട്ട് ചേർന്ന് റോഡാണ്. ഞാൻ നോക്കും, വണ്ടി വന്ന് നിൽക്കുന്ന സമയം നോക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കും എന്താണെന്നറിയാൻ. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയും അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരാതെ 2 പേര് ഇങ്ങനെ തലയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അറിയണ ഞങ്ങളുടെ തൃക്കളത്തൂര് തന്നെ ഉള്ളവർ, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നിടത്തുള്ളവർ തന്നെയാ. എന്നിട്ട് ഞങ്ങള് അവിടെയാണ് ഒരു വീടുണ്ടായിരുന്നത്. വിറ്റിട്ട് ഞങ്ങൾ പോയത്. ആദ്യം താമസിച്ചത് ഞങ്ങൾ ആ തൃക്കളത്തൂര് തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ കടബാധ്യത മൂലം ആ വീട് വിറ്റാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ അവിടുന്ന് ആള് വന്നു. ഞാൻ വേഗം മോനെ വിടാൻ വേണ്ടി ഒരു മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞിന് സ്കൂളിൽ കൊടുത്തു വിടാൻ. അതൊക്കെ എടുത്തു വെച്ചിട്ട് വേഗം ഞാൻ ഇവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, അനിയന് ഒരു നെഞ്ചുവേദനയാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ കുഴപ്പമില്ല, ചേട്ടൻ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് നമുക്ക് അവിടെ പോകാം. ഞങ്ങള് കൊച്ചിനെ യാത്രയാക്കി, ഞാൻ യാത്രയായി. പെട്ടെന്ന് തന്നെ ആ ഓട്ടോറിക്ഷയിൽ തന്നെ
ഹസ്ബൻഡ് പണിയുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ പുള്ളി സൈക്കിളും ചവിട്ടി അവിടെ ചെന്ന് പണിക്ക് ഇറങ്ങണ സമയമായുള്ളൂ. ഞാൻ പറഞ്ഞു വാ പോവണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് ഞാൻ ഇവരോട് ചോദിച്ചു, നഷ്ടപ്പെട്ടു ഇല്ലേന്ന് ചോദിച്ചു. ഇവരൊന്നും മിണ്ടണില്ല. അത് കഴിഞ്ഞേച്ച് കാരണം പുള്ളിക്ക് ഒത്തിരി സങ്കടം എന്ന് പറഞ്ഞാൽ ഇവര് 11 മക്കളാണ് ഇവരുടെ വീട്ടില്. ഒന്നുമില്ല. ഒരു 10 സെന്റ് സ്ഥലത്ത് ചുമ്മാ വെച്ച് കെട്ടി വീട്, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വീടാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് എന്റെ ഹസ്ബൻഡ് വരെ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഒരാള് പക്ഷെ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ആരെയും അംഗീകരിക്കുകയോ മക്കളെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. നമുക്ക് പറയണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമുക്ക്, പക്ഷെ ഞാൻ അതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് ഈ മോൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴ് ഈ വിടാണ്ട് വന്നു. സ്കൂളിൽ പിന്നെ പോകണ്ടാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇവൻ ഈ ചേട്ടന്റെ അടുത്തേക്ക് വന്നു. നല്ല മാർക്ക്, നല്ല രീതിയിൽ പഠിക്കുകയും എല്ലാം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞാ. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പഠിക്കണം ചേട്ടായി, അതുകൊണ്ട് എന്നെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അവനെ കൊണ്ടുവരികയും അപ്പൊ തന്നെ ആ പണിസ്ഥലത്ത് നിന്ന് കയ്യും കാലും കഴുകി പുള്ളി പോയി ഇവന്റെ കൂടെ പോയി തലയോലപ്പറമ്പ് സ്കൂളിൽ ചെന്ന് ഇവന്റെ TC വാങ്ങിച്ച് ഇവനെ നിർമ്മല കോളേജിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോ തന്നെ അവരവിടെ എടുത്തു കൊണ്ടുവന്ന് അവിടെ ആക്കുകയും ഹോസ്റ്റലിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവൻ പഠിച്ചു. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോഴ് ഞങ്ങള് പുള്ളി വീട്ടിൽ വന്ന് നിന്ന് പഠിച്ചു. അങ്ങനെ ഡിഗ്രി പാസ്സായി. പക്ഷെ ഇവന്റെ കൂട്ടുകാര് ഒരുപാട് ഇവനും ഉണ്ടായിരുന്നു. അന്ന് ഈ മരം മുറിക്കണ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഈ മലപ്പുറത്താണ് ഈ മരം കൊണ്ട് തട്ടണത്, മുറിച്ച കഷ്ണങ്ങൾ കൊണ്ട് തട്ടണത്. ഇവനെ വിളിച്ചോണ്ട് പോയി. ഇവൻ പോയ സമയത്ത് ഇവനെ എന്ന് 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കണത് ഓർത്ത് 4 മണി കഴിഞ്ഞപ്പോ ഇവന് ഉറക്കം വന്നില്ല. ഇവര് കിടന്നത് എവിടെയാന്ന് വെച്ചാൽ സേഫ്റ്റി ആണല്ലോ, ഈ ലോറിയുടെ ക്യാബിന്റെ മുകളിലാണ് ഇവര് കിടന്നുറങ്ങിയത്. പക്ഷെ ഈ 4 മണി കഴിഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിന് 1 മണിക്കൂർ മുമ്പ് അവിടെ ഒരു പോസ്റ്റിൽ വന്ന് ഒരു വണ്ടി ഇടിച്ചിട്ട് ഈ കമ്പി താണ് കിടന്നു. ഈ 4 മണി സമയമല്ലേ, അതിനൊന്നും ചെയ്യില്ല. എന്നിട്ട് ഇവരുടെ വണ്ടിക്ക് കൈ നീട്ടിയത് ഒരാള്, പക്ഷെ വണ്ടിയെ കയറാനാന്ന് വിചാരിച്ച് ഡ്രൈവർ വണ്ടി നിർത്തിയില്ല. ഒരു 50 അടി ദൂരം അങ്ങ് നീങ്ങിയപ്പോഴത്തേനും ഇവന്റെ കഴുത്തിന് ആ കമ്പി ഇട്ട് പിടിച്ച് ഇവന്റെ കഴുത്തിന്റെ ഒരു പുറകിൽ ഒരു ശകലം തൊലിയെ വിടാനുണ്ടായുള്ളൂ. അവൻ എങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ക്യാബിന്റെ ബോഡിയുടെ പുറത്തേക്ക് ചാടി, അങ്ങനെ അവൻ മരിച്ചു. അതാണ് ഞങ്ങളെ അറിയിക്കാൻ വന്നേക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്താ ജോർജിന് എന്താ പറ്റും. ഞാൻ പറഞ്ഞു മിണ്ടണ്ട, നമുക്ക് ചെന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡിനെ അടക്കി പിടിച്ചു. കാരണം ഒത്തിരി വിഷമ. ഒരു ഇല്ലായ്മയുടെ കാലത്താണ് അവനെ ഇത്രയും പഠിപ്പിച്ച് ജോലിക്കുള്ള ഇന്റർവ്യൂ കാർഡ് അവന്റെ പോക്കറ്റിൽ ഉണ്ടെന്നേരം. അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. എന്നിട്ട് അങ്ങനെ ചെന്ന് എവിടെയാണെന്ന് ചോദിച്ച് പുള്ളി വെപ്രാളം പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു വാ നമുക്ക് നോക്കാന്നും പറഞ്ഞു ഞാൻ മോർച്ചറിയുടെ അങ്ങോട്ടാണ് പുള്ളിനെ കൊണ്ട് പോയത്, എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് പോയി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവനെ മൊത്തമായി കാണാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നെ അടിക്കടി ഞങ്ങൾക്ക് ദുരിതമാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു അനിയൻ അന്ന് പെന്തക്കോസിലാണ്. ഇവൻ ഞങ്ങൾ ഈ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഈ തൃക്കളത്തൂര് തന്നെ അനിയൻ താമസിക്കുന്നുണ്ട്. അവന്റെ വീട്ടിൽ നിന്നാണ് പിന്നെ ഇവൻ നിന്നോണ്ടിരുന്നത്. അപ്പൊ ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു എങ്ങും കൊണ്ടുപോകണ്ട. അപ്പൊ തലയോലപ്പറമ്പിൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് മറ്റുള്ളവരെല്ലാം നിൽക്കുന്നത്. എന്നിട്ട് ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേനും ഇവിടെയുള്ള ബന്ധക്കോസുകാരെല്ലാവരും പറഞ്ഞു കൊണ്ടുപോകണ്ട, നമുക്ക് ബന്ധക്കോസിൽ അടക്കാം, കുഴപ്പമില്ല, അവൻ അനിയൻ ബന്ധക്കോസിൽ പോയതല്ലേ, അവന്റെ വീട്ടിലല്ലേ നിൽക്കണേ, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എല്ലാവരോടും മാറി മാറി ചോദിച്ചു ഇതിന് എന്തെങ്കിലും വിഷയം വരരുത്, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് തലയോലപ്പറമ്പിന് കൊണ്ടായാലെന്ന് പറഞ്ഞു. വേണ്ടാന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു 11:30 ആയപ്പോഴത്തേനും അവിടുത്തെ MLA മന്ത്രിമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ചേർന്ന് പെട്ടെന്ന് തന്നെ ഇവനെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഒരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ഇവന്റെ അടുത്തിരിക്കണു. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസം അന്നാളിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ കരച്ചിലൊന്നുമില്ല. കാരണം കർത്താവിന്റെ സമയത്ത് ആരെയാണെങ്കിലും കർത്താവ് അതിൽ ചേർക്കുമെന്ന് ഞാൻ അതൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കണ സമയത്ത് പുള്ളിക്കാരനെ കാണുന്നില്ല. അല്ലെങ്കിൽ ആരും ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു പാട്ടും പ്രാർത്ഥനയും ഇതെല്ലാമാണല്ലോ. പക്ഷെ ആരും ഒന്നും ചെയ്യാൻ അടുത്തേക്ക് വരുന്നില്ല. എനിക്കൊട്ടൊന്നും അറിയാനും പാടില്ല എന്താ സംഭവിച്ചത്. ഞാൻ ആരോടും ചോദിക്കണം. എന്റെ ഹസ്ബൻഡിനെ അവിടെ ഇട്ട് കാണുന്നില്ല. പക്ഷെ
ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവര് പറയാണ് അവിടെ അടക്കാൻ പറ്റില്ല. പിന്നെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ആ ദേശത്ത് യാക്കോബ സഭയിൽ ഞങ്ങളെ പൊന്നുപോലെ യാക്കോബക്കാര് കൊണ്ടു നടക്കണം. അപ്പൊ അവിടുത്തെ യാക്കോബ പള്ളിയിലെ കമ്മിറ്റിക്കാർ പറഞ്ഞു അവന്റെ ഒരു വിഷയമല്ലേ, നമുക്ക് അവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങൾ യാക്കോബ സഭയിലല്ലേ, അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പള്ളി കമ്മിറ്റി കൂടി കോതമംഗലത്തെ അരമനയിൽ ചെന്ന് തിരുമേനിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തിരുമേനി സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഈ കുർബാനയെല്ലാം നടത്തി മരണാനന്തര ശുശ്രൂഷകൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അതെല്ലാം കൂടെ പള്ളിയിൽ വെച്ച് തന്നെ മതി എന്നും പറഞ്ഞു. കാരണം പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ നെല്ലിമോളത്ത് കൊണ്ടുപോകണം, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പള്ളിയിൽ വേക്കി കൊണ്ടുപോയി. അപ്പൊ സന്ധ്യയായി, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം വന്ന് കുഴിയെടുത്ത് എല്ലാം ചെയ്ത് എന്നിട്ട് ഒരു 8:30 മണിയായപ്പോഴേക്കും പള്ളിയിൽ കൊണ്ടുപോയി അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവനൊരു 8:30 മണി രാത്രി ആയപ്പോഴാണ് പള്ളിയിൽ അടക്കണത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കാരണം എനിക്ക് ദൈവസന്നിധിയിൽ ചെന്നാ മതി, ദൈവസന്നിധി കാരണം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയവും എന്റെ ദൈവം അറിയുന്നു, എല്ലാത്തിനും എന്റെ ദൈവം നീക്കുപോക്ക് തന്നെ. എനിക്ക് ഈ ദൈവസന്നിധി വിട്ട് എങ്ങും പോകാനും പറ്റില്ല. ഞാൻ പറഞ്ഞു ആര് വന്നില്ലെങ്കിലും ഞാൻ പോവും. അതുകൊണ്ട് എനിക്ക് വേർപെട്ട ആരാധനയ്ക്ക് സത്യത്തിലും ആത്മാവിലും എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം, എന്നെ ഇനി പള്ളിയിലേക്ക് ക്ഷണിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുഞ്ഞി മാല, എന്റെ കാതിൽ ഒരു കമ്മല് കിടന്നതൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് ഊരിക്കൊടുത്തു. എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തു. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഓമനെ നമുക്ക് പോകാം. എന്നെ അന്നമ്മ ചാക്കോ എന്ന എന്റെ പേരെങ്കിലും എന്നെ വിളിക്കുന്നത് ഓമന എന്നാണ്, അങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നത്. ഓമനെ നമുക്ക് പള്ളി, കാരണം വേറെ ആരും നമുക്ക് പോരാനില്ല. യാക്കോബ സഭയിൽ മരിച്ചാലും 40 ദിവസം അനിത ചെല്ലിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. 40 കഴിക്കണതോ കഴിക്കാതിരിക്കണതല്ല, പക്ഷെ അനിത ചെല്ലിക്കാനും നമ്മൾ പള്ളി പോവുകയൊക്കെ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കുർബാനയൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി പോകണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. നമുക്ക് പെന്തക്കോസിൽ തന്നെ പോകാം, ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയുന്നതെന്നും പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഈ ഊരി വെച്ച കമ്മലും ഇട്ടു, കാതില് ആ കഴുത്തിൽ മാലയൊക്കെ ഇട്ട് ഞാൻ 3-ാം ദിവസം ഈ പള്ളിയിലേക്ക് ചെന്ന് ഈ പൂമുഖത്തേക്ക് അങ്ങ് കാല് വെച്ചപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ സാറയോട് പോലും പറഞ്ഞില്ല, സാറയോട് അനുവാദം ചോദിച്ചില്ല. നിന്റെ അനുജൻ മരിച്ചുപോയി, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രാപിക്കാൻ തക്കവണ്ണം ഒരിക്കൽ അവൻ കൃപാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള ഇങ്ങനെയുള്ള ഈ വചനം എല്ലാം കൂടി എന്റെ ഹൃദയത്തിലേക്ക് വന്നു. എനിക്ക് ആ പോയ അസുഖം അതുപോലെ എന്റെ ചുണ്ടും നാവും ഒക്കെ വരണ്ട് ചൊറിച്ചിൽ തുടങ്ങുന്ന ഒരു അനുഭവം എനിക്ക് വന്നു. വേഗം ഞാൻ ഇവന്റെ അടുത്ത് ചെന്ന് ഇവനെ അടക്കിയേക്കുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ ഓടി. അവിടെ ചെന്നത് മാത്രമാണ് എനിക്ക് അറിയാവുള്ളൂ. അതിനുശേഷം എന്നെ അവിടെ നിന്ന് വന്ന ആൾക്കാർ വന്ന് എടുത്തോണ്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ ബോധം കെട്ടുപോയി. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഒരിക്കലും ഇനി മോന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇനി ഒരിക്കലും ചേച്ചി വരില്ല മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇത്രേ അങ്ങ് പറഞ്ഞു വീണു ഞാൻ. അതിനുശേഷം ഞാൻ പിന്നെ ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് അറിയില്ല ദൈവദാസനെ ഈ സത്യം, അവരങ്ങനെ ഞങ്ങളെ വെറുത്തു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ അയൽവാസികളും യാക്കോബ സഭയിലുള്ളവരും. എങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ചു. അങ്ങനെ 3-ാം ദിവസം ഞങ്ങളുടെ എൻ്റെ ഫാദറിലോ മരിച്ചു. അപ്പൊ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ഒരു ശാപമരണം പോലെയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാല് പെട്ടെന്ന് അന്നും ഞങ്ങൾ ഈ 3-ാം ദിവസം വീട്ടിലേക്ക് ചെന്ന് ആ രാത്രി തന്നെ അന്നെനിക്ക് ഭയങ്കര പേടി പോലെ വരികയാണ്. പേടി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എൻ്റെ അരികേന്ന് വിടില്ല. ആ രീതിയിൽ അപ്പൊ എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഓമന ഇവിടെ നിന്ന് കുളിച്ചോ. അപ്പൊ ഇരുട്ടാ, കുളിച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പുള്ളി അവിടെ കിടന്ന വഴി ഉറങ്ങിപ്പോയി. കാരണം ഈ ഓടി അലഞ്ഞൊക്കെ നടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ പുള്ളി വന്നാലും അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഒരു കപ്പ് വെള്ളം കോരി എൻ്റെ മേത്തേക്ക് അങ്ങ് ഒഴിച്ചപ്പോഴത്തേനും വണ്ടി കൊണ്ടുവന്ന് നിർത്തണ ശബ്ദം കേട്ടു. അപ്പൊ എൻ്റെ അപ്പം മരിച്ചു പോയി എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അറിയിപ്പും കണ്ട ആള് വന്നതാണ്. ഫാദറിലോ മരിച്ചു എന്നും പറഞ്ഞ്. അങ്ങനെ അപ്പൊ ഞാൻ ഇത്രേ അവശതയാന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ അനിയൻ മരിച്ചതോടുകൂടി, കാരണം ഞങ്ങൾ പൊന്നുപോലെ കൊണ്ട് നടന്ന് ഈ ജോലി എന്ന് പറഞ്ഞാൽ ഈ 11 മക്കൾക്ക് നമുക്ക് ആ അവസ്ഥയിൽ അറിയാം. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവൻ പഠിച്ച് ഇത്രയും
ഒരു നിലയിലെത്തിയത്. പക്ഷെ അനുഭവിക്കാൻ യോഗമില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. അങ്ങനെ ഈ ഞങ്ങൾ ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ പുള്ളിക്കാരൻ തന്നെ ചോദിച്ചു, അമ്മേ ചാച്ചൻ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന് ചാക്കോ എന്നാണെങ്കിലും തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. തങ്കനും കുടുംബത്തിനും ചിലതെല്ലാം വന്ന് ഭവിക്കുമെന്ന് ചാച്ചൻ എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ അത് അവസാനിച്ചു. ചാച്ചനും മരിച്ചു. ഞങ്ങളുടെ ജീവിതത്തില് അന്ന് വരെ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു പരിധിയില്ല. അതിനുശേഷം എന്തു വന്നാലും ഈ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ഒരു ഉറച്ച ഉടമ്പടി, ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന്, മരിച്ചാൽ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ഉറപ്പ് എനിക്ക് 32 വർഷം മുമ്പ് തന്നു. ഒന്നുമില്ല, ഞങ്ങൾക്ക് 3 രൂപ മതി അന്ന് ഈ യോഗത്തിനൊക്കെ പോണെങ്കിൽ. ആ 3 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിൽ എന്റെ ഒരു കുഞ്ഞിനെ ഞാൻ എളിയിലും വെച്ച് മറ്റവനെ കയ്യേലും പിടിച്ച് അങ്ങനെ ഒരു യോഗം പോലും മുടക്കാതെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അല്പാൽപമായി എന്റെ ദൈവം ഞങ്ങളെ ഉയർത്തി വീണ്ടും തൃക്കളത്തൂര് വന്ന് 10 സെന്റ് സ്ഥലം മേടിക്കുവാൻ ആദ്യം ദൈവ അവസരം തന്നു. ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ പെരുമ്പാവൂർ സെന്റർ ആണ്. അവിടെ KM ജോസഫ് എന്ന് പറയുന്ന പാസ്റ്ററാണ്. അപ്പച്ചൻ എപ്പോഴും നമുക്ക് ഉറപ്പും ധൈര്യവും തരുന്ന വചനങ്ങളാണ് പറയുന്നത്. ഒരു ദിവസം 32 വർഷം മുമ്പ് അപ്പച്ചൻ ഞങ്ങൾ ഒരു മാസയോഗത്തിന് ചെന്നപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു. വചനം പറഞ്ഞിട്ട് പറഞ്ഞു, ആനയും കൊണ്ട് തണങ്ങല്ല വലിപ്പിക്കുന്നത്, തടിയാണ് വലിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിനോട് നമ്മൾ വലിയതേ ചോദിക്കാവുള്ളൂ, ഒരിക്കലും ചെറുത് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പച്ചൻ അത്ര വലിയതാണ്, എനിക്കൊരു നല്ല വീട് തരാൻ എന്റെ അപ്പച്ചന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 3 മുറി, അടുക്കള, സിറ്റൗട്ട്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക അവിടെ ഇരുന്ന്, കാർ പോർച്ച് ഒക്കെ ഉള്ള ഒരു വീട് വേണം കർത്താവേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വീടിന് തറയിട്ടു. അപ്പൊ അന്ന് ഒരു 1 ലക്ഷത്തി രൂപ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് വാർക്ക വരെ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് വാർക്ക വരെ എത്തൂന്ന് വിചാരിച്ചു തുടങ്ങി. പക്ഷെ ഷെയ്ഡ് വാർക്ക ആയപ്പോഴത്തേനും ആ പൈസ തീർന്നു പോയി. പിന്നെ ഒരു 5-8 മാസക്കാലം ആ വീട് അങ്ങനെ പണിയാതെ കിടന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞു, സബ്സിഡി ഉള്ള ലോണൊന്നും തരാൻ പറ്റില്ല, ഇത് വലുതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർബന്ധിച്ച് ആ ലോൺ ഞങ്ങൾക്ക് തരിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഒരു സിമെന്റ് കടയിൽ കമ്പിയൊക്കെ ഉള്ള കടയിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് അത് കടമായി തന്ന് അങ്ങനെ ഞങ്ങൾ വാർത്ത് ആ വീട്ടിൽ കയറി കൂടി അങ്ങനെ ജീവിച്ചു. എന്നാൽ അന്നു മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി രാപകലില്ലാതെ കണ്ണുനീരൊഴുക്കി എന്തും പിന്നെ എൻ്റെ കർത്താവിനോടെ ഞാൻ ചോദിക്കത്തുള്ളൂ. അങ്ങനെ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഈ പണിക്കൊക്കെ പോണ സമയമാണ്, അന്ന് കല്ലുമടയിലാണ് പോകുന്നത്. ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ഒരുപാട് വലിയ കരിങ്കല്ല് ചുമക്കേണ്ടതായി വന്നു. കാരണം കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെ കണ്ണിലേക്ക് ഒരു ചീളടിച്ചുകൊണ്ട്, ഈ കല്ല് കൂടത്തിന് പൊട്ടിച്ചപ്പോൾ ചീളടിച്ചുകൊണ്ട് എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് മുറിവ് സംഭവിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്ന മൂവാറ്റുപുഴ ഒരു ആശുപത്രിയിൽ കാണിച്ചു. അവര് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണ് മൂടി കെട്ടിവെച്ചു. എങ്കിലും കണ്ണിൽ കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി. അന്ന് എൻ്റെ ഒരു ചേച്ചി നെടുമ്പാശ്ശേരിയിലുണ്ട്. അപ്പൊ ചേച്ചി എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ ചെല്ലാത്ത കാരണം ചേച്ചി എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കണ്ണിൽ ഒരു കല്ലടിച്ചു കൊണ്ടു, അതുകൊണ്ട് എനിക്ക് അത് ബുദ്ധിമുട്ടാണ് വരാൻ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ചേച്ചി എന്നോട് പറഞ്ഞു, മോൻ ഇങ്ങോട്ട് വാ, നമുക്ക് ഈ കണ്ണാശുപത്രി കാണിക്കാം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ അടുത്താണ് ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, മോൻ ആരോടെങ്കിലും വണ്ടിക്കൂലിക്ക് മേടിച്ചോണ്ട് പോവാ, ചേച്ചി ഇവിടെ നോക്കി നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അവിടെ നിന്ന് ഞാൻ അവിടെ ചെന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പനിയാല് ഭാരപ്പെട്ട് പണിക്ക് പോകാതിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ അന്ന് ഓഗസ്റ്റ് 15 അവിടെ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ. എമർജൻസി കേസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ കല്ലിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മെയിൻ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടർ വന്നു. പെട്ടെന്ന് തന്നെ ഒരു 5-5:30 മണി ആയപ്പോഴേക്കും ഓപ്പറേഷത്തിന് കയറ്റി. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു, കണ്ണിന് പഴുപ്പ് കയറിയാൽ കാഴ്ച നഷ്ടപ്പെടും. കാരണം ലെൻസേ കൊണ്ടിട്ടില്ല, കൃഷ്ണമണിക്കാണ് മുറിവ്. ലെൻസിൽ കൊള്ളാത്ത കാരണം കൊണ്ട് പഴുപ്പ് കയറിയില്ല എങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ 2 കഷ്ണം കല്ല്
കണ്ണിൽ നിന്നെടുത്ത് എന്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പഴുപ്പ് കേറിയില്ല. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 3-ാം ദിവസം എന്റെ കണ്ണിന് ഒരു പ്രശ്നവുമില്ലാതെ ആശുപത്രി വിട്ടു. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞു, തലയിൽ വെച്ച് ചുമടൊന്നും എടുക്കരുത്. ചുമടെടുത്താൽ ഞരമ്പിന് ക്ഷതമേറ്റതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തലയിൽ ഭാരമുള്ളതൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്കൊരു ആദി പോലെ വന്നു. എങ്ങനെ ജീവിക്കും? ഒന്നുമില്ലല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യൂന്ന് ഓർത്തു. അന്നേരം പിന്നെ എന്റെ വീട്ടിന് കാർ പോർച്ചിന് ഒരു സ്ഥലം ഇട്ടാൽ ഞങ്ങളെ താമസിക്കുന്നിടത്തൊന്നും അന്നൊരു കടയില്ല. ഞങ്ങൾക്കൊരു 1.5 കിലോമീറ്റർ പോണം, മെയിൻ റോഡിൽ പോണം, ഒരു കടയിൽ പോണെങ്കിൽ. അവിടുന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കട തുടങ്ങാം. അതൊക്കെ ദൈവം പ്രേരിപ്പിക്കുന്നതാ. ഒരു കട തുടങ്ങാം. ഇപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്തൊന്ന് കെട്ടിയിട്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ആധാരം അവിടെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് അവിടുന്ന് 25,000 രൂപ മേടിച്ച് ഈ മുറി പണിയുകയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കടയിൽ കൊണ്ടുവന്ന് വെച്ച് കച്ചവടം തുടങ്ങി. ആ സമയത്താണ് ഈ ഭായിമാര് എല്ലാം ഇറങ്ങുന്ന സമയം പണിക്ക് വേണ്ടി. അവർക്കൊന്നും ആരും കടം കൊടുക്കൂല. എന്റെ കടയിൽ വന്ന് ഒരു 5-6 ഭായിമാര് ഞങ്ങളുടെ അടുത്തോടെ താമസിച്ചു. അവര് വരുവായിരുന്നു. എനിക്ക് ഭയങ്കര കാര്യാ അവരെ. കാരണം നല്ല സ്നേഹവും, നമ്മള് പറയുന്ന സ്നേഹിക്കുന്ന അതേ രീതിയിൽ അവരും സ്നേഹിക്കുകയും നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നെ ഹിന്ദി കുറെ സാധനങ്ങളുടെ പേര് പഠിപ്പിച്ചു. അങ്ങനെ അവര് സ്ഥിരം വന്ന് ഓരോ സാധനങ്ങൾ മേടിച്ചോണ്ട് പോയി. പിന്നെ അവര് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ കടം തീർക്കാം. കാരണം അവർക്ക് പൈസ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ കല്ലുമടയിലൊക്കെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് കടം തരുമോന്ന് ചോദിച്ചു. അതിനെന്നാ കടം തരാം. ഒത്തിരി പേരോട് പറഞ്ഞു, അവര് പറ്റിച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞു, പോയെങ്കിൽ പോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. അവര് പോയെങ്കിൽ പോട്ടെ. അപ്പൊ അവര് മേടിക്കുന്നത് ഒരു 10,000-8,000 രൂപയുടെ സാധനങ്ങൾ ഒരാഴ്ചയിൽ മേടിക്കും. കുറെ പേരുണ്ട്. അങ്ങനെ മേടിച്ചു. അങ്ങനെ കൊടുത്ത് 80 ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ പാറ ചുമന്നാല് 80 രൂപയാണ് കിട്ടുന്നത്. കർത്താവേ, എനിക്ക് കിട്ടുന്ന ഒരു കാശ് മാത്രം മതി. എന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ എനിക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് ദൈവമേ, എനിക്ക് അത് മതി. എന്നാല് ഞാൻ പറയട്ടെ പാസ്റ്ററെ, ഒരു 10 ഇരട്ടി, 10-80 ഒരു ദിവസം എന്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അന്നു മുതല് ഞങ്ങൾക്ക് മറ്റാരോടും കടം മേടിക്കാതെ ഞങ്ങള് ജീവിച്ചു. അതിനുശേഷം 2 സ്ഥലത്ത് ഞങ്ങൾക്ക് അല്പം പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ബാങ്കിലിട്ടു. അങ്ങനെ 2 സ്ഥലത്ത് അന്ന് നിസ്സാര പൈസ മതി. 55 സെന്റ് സ്ഥലം വീതം മേടിച്ചു. അങ്ങനെ 1 വർഷം, 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു സ്ഥലം. അപ്പൊ ഈ 2 സ്ഥലത്തിൽ ഏതെങ്കിലും കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബ്രോക്കർ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഞങ്ങളത് റബ്ബർ തൈയൊക്കെ വെച്ച് വാഴയെല്ലാം വെച്ച് പൊന്നുപോലെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതും വന്നു. അപ്പൊ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് രാവിലെ പണിക്ക് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, ഇപ്പൊ കൊടുക്കുന്നില്ല. കൊടുക്കാൻ വേണ്ടിയല്ലല്ലോ, അതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്തേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ മോൻ ആ സമയത്ത് ഡിഗ്രി പാസ്സായി ഇങ്ങോട്ട് പഠിക്കാൻ വിട്ടേക്കുക. ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഉദ്ദേശിച്ച കാശൊന്നും പോരാ. എങ്കിലും സ്ഥലം വിൽക്കണ കാര്യമൊന്നും ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ല. അങ്ങനെ വീണ്ടും ഈ ചെറുക്കൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം. അപ്പൊ ഞങ്ങൾ 1.5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതാ. അപ്പൊ എന്റെ ഹസ്ബൻഡ് വീട്ടിലില്ല. ഞാൻ പറഞ്ഞു, ഒരു 10 ലക്ഷം രൂപ നീങ്ങി മേടിച്ചതാട്ട് ഞങ്ങൾ തരാന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഈ 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികമാണല്ലോ എന്ന് വെച്ച് ഇവൻ പോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഒരു 11 മണിയായപ്പോഴത്തേന് ഇവൻ വന്നിപ്പോ 50,000 രൂപ അഡ്വാൻസും കൊണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ചേച്ചി ചുമ്മാ പറഞ്ഞ, നിന്റെ ശല്യം കൊണ്ട് പറഞ്ഞതാ, തങ്കച്ചൻ ചേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചി, അതെന്താ ചേച്ചി, ഞങ്ങളെ പറ്റിക്കുവായിരുന്നു ചേച്ചി. ഈ കൊച്ചെന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ചേട്ടനോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അവരുടെ മുതലാളിക്ക് മാത്രമേ ഫോണുള്ളൂ. മുതലാളിയോട് ഞാൻ വിളിച്ചു ചോദിച്ചു, കല്ലുമടയിലുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് തങ്കച്ചന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചു. കൊടുത്തു. ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ എന്നോട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, കാശ് മേടിച്ചു, അഡ്വാൻസ് മേടിച്ചോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യമായി. ഞാൻ അഡ്വാൻസ് മേടിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ മോനെ മാസം മാസം നല്ലൊരു പൈസ വേണം. ഞങ്ങൾ എങ്ങും കൂട്ടിയാൽ കൂടുതൽ, അവനെ തിരിച്ചു വിളിക്കാന്നുള്ള രീതിയിലാണൊക്കെ ഇത് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവം. പിന്നെ പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ അവർക്ക് കാശ്. കാരണം അന്നൊക്കെ ഈ ഭയങ്കര കാശിന്റെ ഒഴുക്ക് നടന്ന സമയമാണ്. അതെങ്ങനെയെങ്കിലും സ്ഥലമാക്കാൻ വേണ്ടി ഈ പാർട്ടിക്കാരൊക്കെ നടന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആ കാര്യം നിറവേറി. അന്ന് മുതല് ഞങ്ങൾ ആ പൈസ എല്ലാം ബാങ്കിൽ കൊണ്ടിട്ടു. ഞങ്ങൾക്ക് അതിന്റെ പലിശ കിട്ടി.
ഞങ്ങൾ പണിയെടുക്കണ കാശും കൂടെ കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ മോനെ പഠിപ്പിച്ചു. അതിനുശേഷം എൻ്റെ മോള് +2 കഴിഞ്ഞു. മോളെ നേഴ്സിംഗ് പഠിക്കാൻ വിട്ട രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് എൻ്റെ മോന് പഠിത്തം തീരുന്നതിന് മുമ്പ് അവിടെ മോന് ജോലിക്ക് ആ സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് എടുത്തു. അവന് കിട്ടണ പൈസ അവന്റെ നിസ്സാര ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്നു. കാരണം ഒരു ദുഷിച്ച പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ദുഷിച്ച സ്വഭാവവും ഇല്ല എൻ്റെ മോന്. അങ്ങനെ ഞങ്ങൾക്ക് അതെല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ മോളെ പഠിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അവളെ കരുണ മെഡിക്കൽ കോളേജ് BSc നേഴ്സ് പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി. പിന്നെ അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് എൻ്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ചർച്ചിൽ നടന്നപ്പോൾ വിദ്യയെ തകർക്കുന്ന അന്ധകാര ശക്തി തലമുറകളുടെ മേൽ വ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കാണെന്ന് തോന്നിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒത്തിരി എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ പഠിക്കും. എനിക്കറിയില്ല ഒന്നും പറഞ്ഞു കൊടുക്കാൻ. എന്നാല് ആ വർഷം എൻ്റെ മോൻ 9ാം ക്ലാസ്സിൽ വട്ടപൂജ്യമായിട്ടാണ് എല്ലാ വിഷയവും കിട്ടിയത്. കാരണം അത് എൻ്റെ ഞങ്ങളോടാണ് ദൂത് പറഞ്ഞതെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഒരുപാട് ഭാരം വന്നു. ഞാൻ അന്ന് രാത്രി മുതൽ എൻ്റെ കുഞ്ഞുറങ്ങിക്കഴിഞ്ഞപ്പോൾ കട്ടിലിന്മേലിന്റെ താഴത്ത് 12 മണി 1 മണി രാത്രിയുടെ സമയത്ത് മുട്ടയെ കുത്തി നിന്ന് എൻ്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് കണ്ണുനീരോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ വർഷത്തെ സ്കൂളിലെ 1ാമത്തെ സ്ഥാനത്തെ ബാഡ്ജ് മേടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു വന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു. എൻ്റെ മോളെ അന്ന് അടൂരാണ് കെട്ടിച്ചത്. അടൂർ പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് മോളെ കെട്ടിച്ചു. അവിടുത്തെ 3 മക്കളാണ് അവിടുത്തെ മൂത്ത മോനാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അവിടെ കാരണം മോള് പഠിച്ച് ഇത് പഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും ഒറ്റയ്ക്ക് ഒരു കല്യാണാലോചന വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ കല്യാണം കഴിഞ്ഞാണ് അവൾക്ക് എക്സാം എഴുതിയത്. അതൊക്കെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ കുറച്ച് നാൾ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ പപ്പ പറഞ്ഞു നമുക്ക് ബാംഗ്ലൂർക്ക് പോകാം. ഇവിടെ അവരുടെ പെങ്ങള് മോന്റെ പെങ്ങള് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അവള് നേഴ്സാണ്. അവളും കല്യാണം കഴിച്ചിട്ടും ഇവിടെ തന്നെയാണ് സെറ്റില്. അങ്ങനെ ബാംഗ്ലൂർ അവരുടെ വീട്ടില് വന്ന് ഒരു 3-4 നില വീട് വെച്ചാണ് താമസിക്കുന്നത്. അതിലൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവരും അവിടെ താമസിച്ച് അങ്ങനെ എൻ്റെ മോളും ഇവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഇവർക്ക് കൊടുത്ത് അവിടെ ഷെയർ അവര് വിറ്റ് ഇവിടെ സ്ഥലം വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും സഹായം മൂലം ഇവിടെ അവൾക്ക് 2 നില വീട് പണിതെങ്കിൽ 1 നില അവര് താമസിക്കുന്നു, 1 നില ആരാധനാലയമാക്കി പണിതു. ഇന്നത് ഒരു 10-150 പേര് ആരാധിക്കുന്ന ഒരു ആരാധനാലയമാണ് AGയുടെ. ദൈവം അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മോന് മൂന്നാർ റിസോർട്ടിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യണു മരുമോൻ. അങ്ങനെ സ്വന്തം മോൾ ഇവിടെ ജോലിക്ക് പോകുന്നു. അങ്ങനെ സന്തോഷമായിട്ട് അവരും. എൻ്റെ മോനാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു. അവനും നല്ല രീതിയിൽ ജോലി ലഭിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. അവനും 2 കുഞ്ഞുങ്ങളുണ്ട്. ഒത്തിരി നാൾ വാടകയ്ക്ക് താമസിച്ചെങ്കിലും 3 നിലയായ ഒരു ബിൽഡിംഗ് കഴിഞ്ഞ വർഷം പണിത് കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി അതിൽ കയറി പാർക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവം ചെയ്തതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. കാരണം അത്രയും മേലും കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുമെന്ന് പറഞ്ഞ ദൈവം അത് ഞങ്ങളുടെ ജീവിതത്തിലാണ്. കാരണം ഞാൻ വീട് പണിയുന്നു, ബാംഗ്ലൂർ വീട് പണിയുന്നു എന്നൊക്കെ എൻ്റെ ചർച്ചിലൊക്കെ ഉള്ളവരോട് പറഞ്ഞു. അവരുടെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും 10ഉം 85ഉം വയസ്സായ സഹോദരി സഹോദരങ്ങളാണ് ഒരു വണ്ടി നിറയെ ഒരു ഇന്നോവ വിളിച്ച് ഇവിടെ വന്നു കയറി താമസത്തിന് വന്നപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞങ്ങളുടെ അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിത രീതിയും വീട് പണിയുവാണെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവർ പറയുവാൻ ഇടയായി തീർന്നു. ഈ ടെസ്റ്റ് മണി പറയുവാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മൂവാറ്റുപുഴ ഇരുന്ന് പറയേണ്ടതാണ്. എന്നാൽ എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ കൂട്ടി വരുത്തിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട്. കാരണം ഇത് ഞങ്ങള് ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഇങ്ങനെ പഠിപ്പിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴും ഞാൻ 32 വർഷത്തോളം ചെറിയ ചെറിയ ചിട്ടികൾ വെച്ചും
ആട് വളർത്തും, കന്നുകാലി വളർത്തും, കോഴി വളർത്തും. ഇതിനിടയിൽ ഇതെല്ലാം ചെയ്ത് ഈ പൈസകളെല്ലാം സ്വരൂപിച്ച് വെച്ച് അങ്ങനെയൊക്കെ കൂട്ടി വെച്ച കാശുകളെല്ലാം കൂടിയാണ് ഈ ഭവനം ഇത്രത്തോളം പടുത്തുയർത്തുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ കയ്യിൽ ഇത്രയും പൈസകളൊന്നും ഉണ്ടെന്ന് എന്റെ ഹസ്ബൻഡിനോ എന്റെ കുഞ്ഞിനോ പക്ഷെ ഉണ്ടെന്ന് അവർക്കറിയാം, എങ്കിലും ഇത്രയും ഒരു പൈസ ഉണ്ടെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പേടിക്കണ്ട, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അതൊക്കെ മുൻപന്തിയിലൊക്കെ നിന്ന് എന്റെ ഹസ്ബൻഡ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത് 2 വർഷക്കാലം എങ്ങോട്ടും മാറാതെ ഓരോ കല്ല് വെക്കുമ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്ത്. കാരണം മോൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുവാനോ ഒന്നും പറയുവാനോ സമയമില്ല, അവന്റെ ജോലി തിരക്ക് കാരണം. അങ്ങനെ അവന്റെ അപ്പച്ചൻ വന്ന് നിന്ന് ഇത്രയും ചെയ്തു. മനോഹരമായ ഒരു വീട് ദൈവം ഞങ്ങൾക്ക് ഈ ദേശത്ത് തന്നു. എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഈ ദേശത്ത് ഇത്രയും മനോഹരമായി ജീവിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഈ വിടുവിച്ച വിടുതല്, എന്റെ ദൈവം ഞങ്ങളെ വിടുവിച്ച വിടുതലോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല. കാരണം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച യഹോവയുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ ഞങ്ങളെ കുടുംബമായി തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനേകരുടെ ടെസ്റ്റ് മണിയൊക്കെയും കേൾക്കും, എനിക്ക് വളരെ സന്തോഷമാണ്. അനേകർ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയ സൂസൻ ജോർജ് ആന്റിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് ഞാൻ കരഞ്ഞു. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ അപ്പുറമായ കാര്യങ്ങള് പ്രിയ ആന്റി അനുഭവിച്ചു. എന്നാൽ ദൈവം തക്ക സമയത്ത് കൂട്ടിച്ചതെങ്കിലും ഒരണവിട പോലും ദൈവസന്നതിയിൽ നിന്നും മാറാതെ ദൈവമേ, അതൊക്കെയും ദൈവസന്നതിൽ അനേകരെ ഉറപ്പിക്കുന്ന സാക്ഷ്യമാണ് എന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കി. എന്നാൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, ദൈവം നിർത്തി. പിന്നെയും ദൈവഹിതമായാല് വരുന്ന 18-ാം തീയതി ഞാനും ബീഹാറിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകൾ പോയി പരസ്യയോഗം നടത്തുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്റെ പരസ്യയോഗത്തിന്റെ സാക്ഷിയൊക്കെ അനേകര് കേട്ടു, അവർക്കെല്ലാം സന്തോഷമായി. അനേകര് കേട്ട് നിന്നവർ വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുവാനും ഒക്കെ ഇടയായി തീർന്നു. ഇനിയും വരണമെന്ന് പറയുവാനൊക്കെ ഇടയായി തീർന്നു. ഇനി ശേഷിക്കുന്ന കാലം, ഇത്രയും കാലം എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചെങ്കിലും ഇനിയുള്ള ശേഷിപ്പ് എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ പൂർണ്ണമായും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ദൈവ മുഖാന്തരങ്ങൾ ഒരുക്കേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇത്രയും സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാൻ വലിയവനായ ദൈവം സഹായിച്ചു തോർത്തിയൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ഈ പ്രാർത്ഥന, എന്റെ ഈ സാക്ഷ്യം ഇത് അനേകർക്കും പ്രയോജനമുള്ളതായി തീരട്ടെ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ ആ കർത്താവ് അതിന്റെ തക്ക സമയത്ത് മറുപടി തരുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മരണം വരെയും അല്ല, കർത്താവിന്റെ വരവോളമാണെങ്കിലും ഈ സത്യ സുവിശേഷത്തിന് എന്തെല്ലാം കഷ്ടത അനുഭവിച്ചാലും എന്റെ സഹോദരൻ പറയുവാൻ ഇടയായി തീർന്നു, നീ രക്തസാക്ഷിയാകുവാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ അവിടെ പോയി രക്തസാക്ഷിയാൽ എന്റെ കർത്താവിന്റെ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരുത്തിയ ദൈവം എന്നെയും അവിടെ ഇരുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൂടാതെ എന്റെ സഹോദരങ്ങള് ഒരു സഹോദരൻ കുടുംബമാണ് ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. മറ്റുള്ളവരുണ്ടെങ്കിലും അവരും യാക്കോബായിലാണ് നിൽക്കുന്നത്. ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ദൈവസന്നിധിയിൽ അവരെയും ചേർക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ആരോമ TV പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം നിർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രയും സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവമേ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനെ സഹായിച്ചു. വന്നുപോയ എല്ലാ കുറവുകളും കുറ്റങ്ങളും ദൈവം ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ നാഥൻ ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പിന്നെയും ഏറിയ പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൽ അടിയന് നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബമായി
ധൈര്യമായി ദൈവസന്നിധി നിൽക്കുവാനുള്ള ദൈവകൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു മൂലം ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. സമ്പന്നവരണിയിൽ നിന്നവൻ തൂകും, നിരന്തരമാനുഗ്രഹം മാരിപോൽ ചൊരിയും. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. അബ്രഹാമിൻ ദൈവം തൻ, ഇസഹാക്കിൻ ദൈവം തൻ, അബ്രഹാമിൻ ദൈവം തൻ, ഇസഹാക്കിൻ ദൈവം തൻ, യോസേപ്പ് അവനെ മിസ്രയീമിൽ കരുതി, പ്രഭുക്കളിൽ അവനെ പ്രഭുവായി കരുതി. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ ചാക്കോ, അത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ളതായ നല്ല ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിലെ നേരിട്ടുള്ള സങ്കീർണമായ ചില സാഹചര്യങ്ങളൊക്കെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് കുടുംബമായി ആത്മീയമായും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മറ്റെല്ലാ മേഖലകളിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള വളരെ നല്ല സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കുടുംബമായി മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈൻ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.